അങ്ങനെ കാക്ക കരയുന്നതിനെ പറ്റിയുള്ള വിധി എന്താണ്? ഈ പുസ്തകത്തിൽ നാട്ടാചാരം തെറ്റും ശരിയും എന്ന പേരിലുള്ള പൂങ്കാവനം ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലേക്ക് ഒരാളുടെ ചോദ്യമുണ്ട്. വീടുകളിൽ കാക്ക വന്ന് കയറുന്നതും പല്ലി ദേഹത്തിൽ വീഴുന്നതും വരാനിരിക്കുന്ന ആപത്തിന്റെ സൂചനയാണോ? ഇസ്ലാമിൽ ഇതിന് വല്ല തെളിവുമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഇതിൽ കൊടുക്കുന്നത് ഇവ അന്ധവിശ്വാസമാണ്, ജാഹിലിയ്യ കാലത്ത് നിലനിന്നിരുന്ന വിശ്വാസമാണ്. അത് പൂങ്കാവനം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന KKC മുഹമ്മദ് ബാക്കവി എന്ന് പറയുന്ന മുസ്ലിയാർ മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, കാക്ക കരഞ്ഞാൽ വിരുന്നുകാരൻ വരുമെന്നും ആപത്ത് സംഭവിക്കുമെന്നും പല്ലി ദേഹത്ത് വീണാൽ അപായ സൂചനയാണെന്നും പക്ഷി മരണദൂതനാണെന്നും മറ്റുമുള്ള വിശ്വാസങ്ങൾ അന്ധവിശ്വാസമാണെന്ന് ബേൽ പറഞ്ഞതില്ലെന്നും വ്യക്തമായല്ലോ. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ജാഹിലിയത്താണെന്ന് ഒരു പുസ്തകത്തിൽ പറയുമ്പോൾ പകരക്കാരന് സഹിക്കുന്നില്ല. മൂപ്പർക്ക് സമൂഹത്തിലുള്ള എല്ലാ അന്ധവിശ്വാസവും നിലനിർത്തണമല്ലോ. സമൂഹത്തിലുള്ള എന്താ അന്ധവിശ്വാസവും മൂപ്പർക്ക് നിലനിർത്തണം. അതുകൊണ്ട് മൂപ്പരെന്താ പറയുന്നത്? ഇങ്ങനെ കാക്ക വന്ന് കാക്ക കരഞ്ഞാൽ അതുകൊണ്ട് ഏതെങ്കിലും നിലക്കുള്ള ഒരു വിശ്വാസം ഇന്ന് സമൂഹത്തിലുണ്ട്, അതിന് വല്ല രൂപത്തിലുള്ള അടിസ്ഥാനവുമുണ്ടോ? അതിന് മൂപ്പര് പറയുന്ന മറുപടി നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അത് റഹ്മത്തിന്റെ മലക്കുകൾ, അതേപോലെ തന്നെ നഹ്സ്, ആ രൂപത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് അവസാനം പറയാണ്, കേട്ടോളൂ. മൂപ്പരോട് ഇതേ ചോദ്യം ഒരാൾ ചോദിക്കാണ്. എന്ത്? കാക്കയുടെ കുറുകൽ, പല്ലിയുടെ കൊക്കൽ തുടങ്ങിയവ യഥാക്രമം വിരുന്നുകാരുടെ ആഗമനത്തെയും കാര്യങ്ങളുടെ യാഥാർത്ഥ്യത്തെയും അറിയിക്കുന്നു എന്ന പ്രചരണത്തിൽ കഴമ്പുണ്ടോ?